ഇത് കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ആരൊക്കെ എടുത്തിട്ടുള്ള കലത്തപ്പം. അപ്പോൾ ഇതേപോലെ നല്ല സോഫ്റ്റായി ആരൊക്കെ എടുത്തിട്ടുള്ള കലത്തപ്പം നിങ്ങൾക്ക് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളി. അപ്പോൾ നിങ്ങളെ കലത്തപ്പം ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല. അപ്പോൾ നിങ്ങൾക്കും ഇതേപോലത്തെ നല്ല കലത്തപ്പം കഴിക്കാം. അപ്പോൾ എങ്ങനെയെന്നുള്ളത് നോക്കിക്കോളി. എന്നാൽ വരി, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു ഗ്ലാസ് അളവിലാണ് കേട്ടോ എല്ലതും അളവെടുക്കണേ. ഈ ഒരു ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് പച്ചരിയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അത് നല്ലവണ്ണം കഴുകിയിട്ട് 2 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തതാണ് കേട്ടോ ഇത് ഞാനൊരു മിക്സിൻ്റെ ജാർക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായി ഇതാ പച്ചരി എടുത്ത അതേ ഗ്ലാസ്സിന് 1/2 ഗ്ലാസ് ചോറാണ് ഇട്ട് എടുത്തിട്ടുള്ളത്. അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതാ ഇതിലേക്ക് ആവശ്യമായ വെള്ളത്തിൻ്റെ അളവ് എന്ന് പറഞ്ഞത് നമ്മൾ നേരത്തെ എടുത്ത അതേ ഗ്ലാസ്സിന് 1 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഈ അരി അരച്ചെടുക്കാനും വേണ്ടിയിട്ട് കുറച്ച് വെള്ളം അതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബാക്കി വെള്ളം ഇതാ ഇവിടെ വെക്കുന്നുണ്ട്, അത് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് അരി അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഇതാ ഞാനിത് അരച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല സ്മൂത്ത് ആയിട്ട് തന്നെയാണ് കേട്ടോ അരച്ചെടുത്തിട്ടുള്ളത്. ഇത് നമുക്കൊരു ബൗൾക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതാ 1 ഗ്ലാസ് അരി വെച്ചുണ്ടാക്കുന്ന കലത്തപ്പത്തിനുള്ള ആവശ്യമായ മധുരത്തിൻ്റെ അളവ് എന്ന് പറഞ്ഞത് 4 അച്ച് ശർക്കരയാണ് കേട്ടോ. അപ്പോൾ ഇതൊരു പാത്രത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് പെട്ടെന്ന് മെൽറ്റായി വരാനും വേണ്ടിയിട്ട് ഞാനിതാ ഈ ഒരു ഇടിമുട്ടി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുത്തിയെടുക്കുന്നുണ്ട്. ഇനി ഈ ശർക്കര ഉരുക്കിയെടുക്കാനുള്ള വെള്ളം എന്ന് പറഞ്ഞത് നമ്മൾ നേരത്തെ മാറ്റി വെച്ച വെള്ളമല്ലേ, അത് കംപ്ലീറ്റ് ആയി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. ഇനി ഇത് നല്ലോണം ഒന്ന് ഉരുകി വരട്ടെ. അപ്പോൾ അടിക്ക് പിടിക്കാതിരിക്കാൻ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാവും. ഇപ്പോൾ അതാ ശർക്കരപ്പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഈ ശർക്കരപ്പാനി നേരത്തെ അരച്ച് മാറ്റി വെച്ച മാവിലേക്ക് അരിച്ച് ഒഴിച്ച് കൊടുക്കണം. കാരണം ശർക്കരയിൽ നല്ലോണം കച്ചറകൾ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് പോയി കിട്ടാനാണ് അരിച്ചെടുക്കുന്നത്. പിന്നെ ഈ ശർക്കരപ്പാനി ചൂടോട് കൂടിയിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. ഇപ്പം നമുക്ക് ഈ മാവ് കാണുമ്പോൾ ഇതിൽ വെള്ളം കൂടിയതുപോലെ തോന്നിട്ടാ, എന്നാൽ വെള്ളം കൂടിയിട്ടില്ല കേട്ടോ. ഇത് ഇങ്ങനെയാണ് കേട്ടോ വേണ്ടത്. 1 ഗ്ലാസ് അരിക്ക് 1 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിലാണ് വേണ്ടത്. അപ്പോൾ ഇത്ര വെള്ളം ഉണ്ടാവും. ഇത് കണ്ടില്ലേ, ദോശമാവിനേക്കാളും ഇച്ചിരി ഒരു കനത്തിലാണ് ഇട്ടുള്ളത്. ഇനി മധുരം ബാലൻസ് ചെയ്യാനും വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അടുത്തതായി ഇതാ ചുക്ക്, വലിയ ജീരകം, ഏലക്ക, ഇത് 3ഉം കൂടെ പൊടിച്ചെടുത്തിട്ടുള്ള പൊടിയാണ് കേട്ടോ. അതൊരു വലിയ സ്പൂണിന് തന്നെ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. അടുത്തതായി ഇതാ ചൂടായ ഒരു പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങാക്കൊത്ത് ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ ഇതേ പരുവത്തിലായിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് ആ മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. വീണ്ടും നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതാ ഇതേപോലെ അടി കട്ടിയുള്ള ഒരു പാത്രത്തേക്ക് നല്ലോണം ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മാവ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യണം. കുറച്ച് നേരം കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ തന്നെ ഇതിൻ്റെ അരികിലൊക്കെ ഇതേപോലെ വരും. അപ്പോൾ നല്ലോണം തീ കുറച്ച് വെച്ചിട്ട് ഒരു 20 മിനിറ്റ് നേരം കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ തന്നെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള കലത്തപ്പം കിട്ടും. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ പോയി ചെക്ക് ചെയ്ത് നോക്കിക്കോളിട്ടാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത പുതിയ വീഡിയോയുമായി